ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA പോലുമില്ലാത്ത 5 വർഷമാണ് കടന്നുപോയത്. എന്നാൽ ഇക്കുറി ചരിത്രം തിരുത്തുമെന്നും ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുമെന്നും പ്രഖ്യാപിച്ചാണ് മാതൃഭൂമി പ്രീ പോൾ സർവേ അവസാനിച്ചത്. ഇടുക്കി ജില്ല ഇക്കുറി കൈപിടിക്കുമെന്നും UDF തരംഗം ജില്ലയിൽ ആഞ്ഞടിക്കുമെന്നും സർവേ അടിവരയിടുന്നുണ്ട്. പ്രധാനമായും 2 മണ്ഡലങ്ങളാണ് ഇക്കുറി കൈപ്പത്തി ചിഹ്നം വിജയിക്കാൻ സാധ്യത കാണുന്നത്. ഒന്ന് ഇടുക്കി നിയമസഭാ മണ്ഡലമാണെങ്കിൽ മറ്റൊന്ന് പീരുമേടാണ്. ഈ 2 സ്ഥലത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഇടുക്കിയിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നടക്കുക എന്നാണ് സർവേ അവകാശപ്പെടുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന് വ്യക്തമായ മുന്നേറ്റമുണ്ട്. മന്ത്രി കൂടിയായ സിറ്റിംഗ് MLA റോഷി അഗസ്റ്റിന്റെ വഴി ഒട്ടും എളുപ്പമല്ല എന്നാണ് സൂചന. 2021 മുതൽ തുടർച്ചയായി 5 തവണയായി റോഷിയുടെ കൂടെയാണ് മണ്ഡലം. 4 തവണയും UDF-നൊപ്പമായിരുന്ന റോഷി കഴിഞ്ഞ തവണ LDF-ലേക്ക് മാറിയിട്ടും വിജയം കൈവിട്ടില്ല. 1996-ൽ ജനതാദൾ സ്ഥാനാർത്ഥിയായി PP സുലൈമാൻ റാവുത്തർ ജയിച്ചതാണ് LDF-ന് അതുവരെ പറയാനുണ്ടായിരുന്ന ഏക നേട്ടം. ഇത്തവണ കളം മാറിയിരിക്കുകയാണ്. വളരെ കാലത്തിന് ശേഷം മണ്ഡലം കോൺഗ്രസിന് മത്സരിക്കാൻ കിട്ടിയിരിക്കുന്നു എന്നതാണ് വലിയ പ്രത്യേകത. റോയി കെ പൗലോസാണ് സ്ഥാനാർത്ഥി. 91 മുതൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന മണ്ഡലം ഇത്തവണ ജോസഫ് കോൺഗ്രസിന് വിട്ടു നൽകുകയായിരുന്നു. അതിൻ്റെ ആവേശം കോൺഗ്രസുകാർക്കുമുണ്ട്. കോൺഗ്രസിന് ശക്തമായി അടിവേരുകളുള്ള മണ്ഡലം കൂടിയാണ് ഇടുക്കി. പൂർണ്ണമായി കാർഷിക മേഖലയാണ് ഇടുക്കി മണ്ഡലം. ഇടുക്കി രൂപത നിലനിൽക്കുന്ന മണ്ഡലത്തിൽ കത്തോലിക്ക സഭയ്ക്ക് അതീവ നിർണായക സ്വാധീനമുണ്ട്. സെൻസർ പ്രകാരം ഹൈന്ദവ സമുദായത്തിനാണ് മുൻതൂക്കമെങ്കിലും സംഘടിത ശക്തിയായി നിൽക്കുന്ന കത്തോലിക്ക സഭയാണ് ഇടുക്കിയുടെ ഫലം നിശ്ചയിക്കുന്നത്. കത്തോലിക്കക്കാരനായ റോഷി അഗസ്റ്റിന് വിശ്വാസം നൽകുന്ന ഘടകമാണിത്. അതേസമയം റോയി കെ പൗലോസ് യാക്കോബായ വിശ്വാസിയാണ്. എന്നാൽ കോൺഗ്രസ് മത്സരിക്കുന്നതിനാൽ കത്തോലിക്ക സഭ അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചാൽ ഫലം മറിച്ചാകുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിന് സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായിട്ടും റോഷി ജയിച്ചത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടാണെന്നാണ് പൊതുവിൽ പറയുന്നത്. എന്നാൽ ഇത്തവണ തങ്ങളുടെ തന്നെ സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് കോൺഗ്രസ് വോട്ടുകൾ റോയിക്ക് പോകാമെന്നും ഇടുക്കി കോൺഗ്രസ് പിടിക്കുമെന്നും സർവേ പറയുന്നുണ്ട്. പീരുമേട്ടിലേക്ക് വന്നാൽ തൊഴിലാളി സംഘടനകൾ നിർണായക ശക്തിയായി മാറുന്ന മണ്ഡലമാണ് പീരുമേട്. ട്രേഡ് യൂണിയനുകൾക്ക് ജനങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമാണിവിടെ. കാർഷിക മേഖലയും തോട്ടം മേഖലയും ഒരുപോലെയുള്ള മണ്ഡലമാണ് പീരുമേട്. കൊക്കയാർ, പെരുവന്താനം, ഉപ്പുതറ പഞ്ചായത്തുകളാണ് പ്രധാനമായും കാർഷിക മേഖല. ബാക്കി പഞ്ചായത്തുകൾ ടീ പ്ലാന്റേഷൻ മേഖലയാണ്. പ്രമുഖ ട്രേഡ് യൂണിയൻ CI കുര്യനിലൂടെ CPI മണ്ഡലമായി അറിയപ്പെടുന്ന പീരുമേട് മണ്ഡലം പൊതുവിൽ ഇടതുപക്ഷത്തോടെ ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. 2001 ശേഷം CPI തുടർച്ചയായി വിജയിച്ചു വരികയാണ് ഇവിടെ നിന്ന്. എന്നാൽ ഇടതു ലേബൽ ഒട്ടിച്ചിരുന്ന പീരുമേട് മറ്റൊരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന KK തോമസിലൂടെ കോൺഗ്രസിന്റെ കയ്യിലും എത്തിയ ചരിത്രമുണ്ട്. 1982 മുതൽ 1991 വരെ തോമസ് ആയിരുന്നു MLA. എന്നാൽ തോമസിന് ശേഷം EM അഗസ്റ്റി 2001 ജയിച്ചതൊഴിച്ചാൽ കോൺഗ്രസിനൊപ്പം പീരുമേട് പോയിട്ടേയില്ല. ഏറെ സ്വാധീനമുണ്ടായിരുന്ന KK തോമസിന്റെ മകൻ സിറിയക് തോമസിലൂടെ പീരുമേട് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയമായിരുന്നു ഫലം. KK തോമസിന് ശേഷം വരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അദ്ദേഹത്തിന്റെ അത്ര സ്വീകാര്യത കിട്ടാതെ പോകുന്നത് മാത്രമല്ല, INTUC-വിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെ കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കുന്നുമുണ്ട്. ഒരു തോട്ടത്തിൽ തന്നെ 2-3 യൂണിയനുകളാണ് INTUC-ക്കുള്ളത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് ജില്ലയിൽ പ്രതീക്ഷ വച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് പീരുമേട്. കഴിഞ്ഞ തവണ വാഴൂർ സോമൻ വിജയിക്കുന്നത് കേവലം 1835 വോട്ടുകൾക്കാണ്. വാഴൂർ സോമൻ അന്തരിച്ചതിനെ തുടർന്ന് CPI ജില്ലാ സെക്രട്ടറി കൂടിയായ സലീം കുമാറാണ് മണ്ഡലം നിലനിർത്താൻ മത്സരിക്കുന്നത്. തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങുന്ന സിറിയക് തോമസിലൂടെ തന്നെ ഭാഗ്യം പരീക്ഷിക്കുകയാണ് വീണ്ടും കോൺഗ്രസ്. സലീം കുമാർ പീരുമേടിന് പുറത്തു നിന്നുള്ള ആളാണെന്നതും പൂർണ്ണ സമയം ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ അല്ലെന്നതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്. KK തോമസിന്റെ മകൻ തുടർച്ചയായി തോൽക്കുന്നത് ഒഴിവാക്കാൻ ഒരു വിജയമെന്ന സെന്റിമെന്റ്സ് ട്രാക്ക് കൂടി ഇതിനൊപ്പം വർക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസ് പീരുമേട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.